പുതിയ ടീം ചെക്കന്മാരെ കേട്ടാ. എൻട്രി ആണ് ആ ടീംസ് എത്തി ടീംസ് ഇവിടെ ചെക്കന്മാര് ഫുള്ളും പ്രിപ്പറേഷൻ റെഡി ആയിക്കൊണ്ടിരിക്കട്ടെ. എതിർ ടീം വന്ന ഗഫൂർക്ക വന്നുകൊണ്ടിരിക്കുന്നുള്ളേ. അതെ, നമ്മുടെ ഫുട്ബോളിന്റെ മെയിൻ കോച്ചാണ് കേട്ടോ. നമ്മുടെ മെയിൻ കോച്ചാണ് ഗഫൂർക്ക. അപ്പൊ ഗഫൂർക്കയാണ് നമ്മുടെ ടീമിനെ നിയന്ത്രിക്കുന്നത്. ചോട്ടൂസ് വന്നിട്ടുണ്ട്, ഫായിസ് വന്നിട്ടുണ്ട്, അശോക്, എല്ലാവരും ടീംസ് ഒക്കെ ഉണ്ട്. ടീംസൊക്കെ പ്രിപ്പറേഷനിലാണ് കേട്ടോ. ബൂട്ടും കാര്യമൊക്കെ ഇടുന്ന പ്രിപ്പറേഷനിലാണ്. നമുക്കൊക്കെ ഓൾറെഡി സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് കേട്ടാ. എന്താ വെച്ചാല് ഈ ഫുട്ബോൾ ഗ്രൗണ്ട് അതുപോലെ തന്നെ നമുക്ക് ഷട്ടിൽ കളിക്കാനുള്ളത്, ക്രിക്കറ്റ് കളിക്കാനുള്ളത്, അതേപോലെ തന്നെ ബാസ്കറ്റ് കളിക്കാനുള്ളത്, ഇവിടെയുള്ള ഗെയിം പരമായിട്ട് കളിക്കാനുള്ള നമുക്ക് ഇവിടെ ഫുള്ളാണ് നമുക്കിവിടെ കളിക്കാനുള്ള എല്ലാം പെർമിഷൻ കാര്യമൊക്കെ ഉണ്ട് നമുക്കിവിടെ. പിന്നെ ഇതെന്ന് വെച്ചാൽ ഒരു മുനിസിപ്പാലിറ്റിൻ്റെ അണ്ടറിൽ വരുന്ന നമ്മുടെ ബിൽഡിങ്ങാണ് ഫുള്ളും വരുന്നത്. അപ്പോൾ ഹൈജീനിക്ക് മസ്റ്റാണ് ഇവിടെ. പിന്നെ നമ്മുടെ ഇപ്പോൾ കളിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ടൈമിംഗ് ഉണ്ട് ഫുള്ളും. അവർക്കുള്ള കോച്ചിങ് കാര്യമൊക്കെയാണ് ഇങ്ങോരൊക്കെയാണ് അതിൻ്റെ മെയിൻ. ഇതിൻ്റെ കോച്ചിങ് കാര്യമൊക്കെ ടൈമിംഗ് പീരീഡ് വരുന്നൊക്കെ ഓരോന്നിനും ഓരോ ടൈമിംഗ് ആണുള്ളത്. അപ്പോൾ ടൈമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ 1 മണിക്കൂർ കളിക്കുക അല്ലെങ്കിൽ 2 മണിക്കൂർ കളിക്കുക എന്നൊക്കെ ടൈം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വേറെ ടീം വരും. അങ്ങനെയാണ് എല്ലാവർക്കും ഇവിടെ ചാൻസും കാര്യമൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുള്ള ടീംസ് ഫുള്ളും. അപ്പോൾ ഗെയിം പരമായിട്ടും കളിക്കുന്നതിന് ഇവിടെ യാതൊരു ഇതില്ല കേട്ടോ. ഭയങ്കര ഒരു ഹാപ്പിനെസ്, ഭയങ്കര ഒരു റിലാക്സേഷൻ തരുന്നൊരു ഇതാണ് ഇവിടെ. ഇരിക്കാനുള്ള സെറ്റപ്പും ഫുള്ളും അടിപൊളിയായിട്ട് നല്ല വൈബാണ്. ഏകദേശം ഒരു ഈവനിങ് വൈബ് എന്ന് പറയുമ്പോൾ സൂപ്പറാണ് ഇവിടെ വൈബ്. അപ്പോൾ നമ്മുടെ എതിർ ടീം വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. എതിർ ടീം വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ കളിയാണ്. നമുക്ക് മനാഫ്ക്കൊക്കെ ഭയങ്കര പ്രിപ്പറേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചക്കനൊക്കെ ഉണ്ടല്ലോ, ചക്കനൊക്കെ ഇപ്പം സെറ്റായിട്ട് പറഞ്ഞു കേട്ടാ. ഇവൻ്റെ കളിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഇതെന്താ അവസ്ഥ വെച്ചാലേ ഇവനിപ്പോൾ നാട്ടിൽ നിന്ന് വന്നതാ. ഇവന് സത്യം പറഞ്ഞാൽ ഒരു പ്രോ പ്ലെയർ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ആള് നാട്ടിൽ പോയി കുറച്ച് കുമ്പെല്ലാം ചാടി, വയറൊക്കെ ചാടി, ആ സെറ്റപ്പായി ആകെ വീപ്പം കൂട്ടിയ. എത്ര 8 കൂടി അല്ലേ? 8 കൂടി. എന്താ കാട്ടിപ്പോൾ ഇത്? വീണ്ടും കളിക്കിറങ്ങിയിട്ട് തടി കുറയ്ക്കാൻ പോവാണ് ആള്. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ടീമിന് അത് ഞാൻ ചെയ്യും. ചെയ്യും. അതാണ് പറഞ്ഞില്ല കേട്ടാ. അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, സാധനം പോയിക്കൊണ്ടിരിക്കും.